Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചും ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചുമാണ് പഠിച്ചത്. അതിൽ ഈ രണ്ട് ക്രോസും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ മോണോഹൈബ്രിഡ് ക്രോസ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ. ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടറാണ് ഈ ക്രോസിൽ സെലക്ട് ചെയ്യുന്നത്. ഈ സിംഗിൾ ക്യാരക്ടറിൻ്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്രോസിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റെം ഹൈറ്റാണ് ഒരു ക്യാരക്ടറെങ്കിൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ടോളും ഡോർഫും. അങ്ങനെ പ്യുവർ ബ്രീഡിംഗ് ടോളും പ്യുവർ ബ്രീഡിംഗ് ഡോർഫും തമ്മിലുള്ള ക്രോസ്, അതൊരു മോണോഹൈബ്രിഡ് ക്രോസാണ്. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സീഡിൻ്റെ ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റൗണ്ട് ആൻഡ് ദ റിങ്കിൾഡ്. അങ്ങനെ പ്യുവർ ബ്രീഡിംഗ് റൗണ്ടും പ്യുവർ ബ്രീഡിംഗ് റിങ്കിൾഡും തമ്മിലുള്ള ക്രോസിനെയാണ് ഇറ്റ് ഈസ് കാൾഡ് മോണോഹൈബ്രിഡ് ക്രോസ്. ഇനി മോണോഹൈബ്രിഡ് ക്രോസിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പ്യുവർ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ സെൽഫ് പോളിനേഷൻ. അത് ഹോമോസൈഗസ് പ്ലാന്റ് ആണ്. എത്ര ജനറേഷൻ കഴിഞ്ഞാലും ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പ്യുവർ ബ്രീഡിംഗ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. ദാറ്റ് ഈസ് പ്യുവർ ബ്രീഡിംഗ് ടോൾ. ടോളിനെ നമ്മൾ ഏതുമായിട്ട് ക്രോസ് ചെയ്യും? പ്യുവർ ബ്രീഡിംഗ് ഡോർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യും. ഇതിൽ നമുക്ക് ഒരു പ്ലാന്റിനെ മെയിലും ഒരു പ്ലാന്റിനെ ഫീമെയിലും ആക്കണം. നമുക്ക് വേണമെങ്കിൽ ആ ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഫീമെയിലെന്ന് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് മെയിലെന്ന് കൊടുക്കാം. ഫീമെയിൽ പ്ലാന്റിനെ എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും? ബൈ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ആന്തേഴ്സ്. നിങ്ങൾക്കറിയാം, ആന്തർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഇമാസ്കുലേഷൻ. അത് തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാം, ഒരു മാർക്കിൽ ചോദിക്കാം. ഇനി നമുക്ക് ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ദറ്റ് ഈസ് ജീനോടൈപ്പ് എന്ന് നമുക്ക് കൊടുക്കണം. ഈ പാരൻ്റെ ജീനോടൈപ്പ് എഴുതുക. ഇതെല്ലാം ഹോമോസൈഗസ് പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പ്യുവർ ബ്രീഡിംഗ് ടോളിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. 2 അലീൽസ് ആണ്. 2 അലീൽസ് റെപ്രസെൻറ്റിങ് എ ക്യാരക്ടർ. ഇവിടെ പ്യുവർ ബ്രീഡിംഗ് ഡോർഫ് ആവുമ്പോഴേക്കും ഏതായിരിക്കും? ഇതിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കണം. ദാറ്റ് ഈസ് സ്മോൾ ടി, സ്മോൾ ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാമേറ്റ് എഴുതുക. ഗ്യാമേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ് ഏതായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ഗ്യാമേറ്റ്സും ക്യാപിറ്റൽ ടി ആയിരിക്കും. ഗ്യാമേറ്റിനെ നമ്മൾ സർക്കിളിട്ട് കാണിക്കുക. ഇതിനെ നമുക്ക് ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് എഴുതുക. ചിഹ്നം ഇങ്ങനെ കൊടുക്കുക, ഫീമെയിൽ ഗ്യാമേറ്റ്. ഇതിൽ നിന്ന് വരുന്നതോ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ടി ആയിരിക്കും. ഇതിനെ നമുക്ക് ഈ ഒരു ചിഹ്നം, മെയിലിൻ്റെ ചിഹ്നമിട്ട് കാണിക്കുക. ദറ്റ് ഈസ് ദ മെയിൽ ഗ്യാമേറ്റ്. ഇനി നെക്സ്റ്റ് ഈസ് ഈ ഒരു എഗ്ഗ് ഇവിടെ പോളനുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ഫസ്റ്റ് ജനറേഷൻ റേസ് ചെയ്യും. ഈ ഒരു ഫസ്റ്റ് ജനറേഷനെ ലഭിക്കുന്ന ജീനോടൈപ്പ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ ക്യാപിറ്റൽ ടി. ദറ്റ് ഈസ് ഈ ഒരു എഗ്ഗ് ഈ ഒരു പോളനുമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടിയും കിട്ടി, സ്മോൾ ടിയും കിട്ടി. അപ്പോൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാം ടോൾ പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു ക്രോസിൽ നിന്നാണ് മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് ഡിറൈവ് ചെയ്തത്. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ജനറേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? F1 ജനറേഷൻ എന്ന് പറയും. F1 ജനറേഷനിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ഏതാണ്? ടോൾ ക്യാരക്ടറാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്. അതായത് ഇവിടെ 2 അലീൽസ് ഉണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് അലീലാണ് എക്സ്പ്രസ് ചെയ്തത്? ദറ്റ് ഈസ് ദ ക്യാപിറ്റൽ ടി. അപ്പം ഏത് ഫാക്ടറാണോ, അല്ലെങ്കിൽ മെൻ്റൽ അലീലിനെ ഫാക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഫാക്ടറാണോ എക്സ്പ്രസ് ചെയ്തത് ആ ഒരു ഫാക്ടറിനെ ഇറ്റ് ഈസ് കോൾഡ് ദ ഡോമിനൻറ്റ് ഫാക്ടർ എന്ന് പറയും. ഇവിടെ സപ്രസ് ചെയ്ത ഫാക്ടർ ഏതാണ്? ദറ്റ് ഈസ് ദ സ്മോൾ ടി. അപ്പോൾ സ്മോൾ ടിയെ പറയുന്ന പേരാണ് ദറ്റ് ഈസ് ദ റിസസീവ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ F1 ജനറേഷനിൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ദാറ്റ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ക്രോസ് ടോളും ഡോർഫും ക്രോസ് ചെയ്തപ്പോഴേക്കും ഏത് ക്യാരക്ടറാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്? ടോൾ പ്ലാന്റ് ആണ് എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ടോൾ ഈസ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ. അപ്പോൾ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ. ഇനി അടുത്ത ജനറേഷൻ നമുക്ക് റേസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ F2 ജനറേഷൻ. F2 ജനറേഷൻ ഇറ്റ് ഈസ് റേസ് ത്രൂ സെൽഫ് പോളിനേഷൻ. ദാറ്റ് ഈസ് ദ F1 പ്ലാന്റ്സിനെ സെൽഫ് പോളിനേറ്റ് ചെയ്താണ് F2 ജനറേഷൻ റേസ് ചെയ്യുന്നത്.
അപ്പം ദ ഫ്ലവർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അപ്പോൾ നമുക്ക് F1 പ്ലാന്റ്സിന് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, ക്യാപിറ്റൽ T സ്മോൾ ടി എന്നും ക്യാപിറ്റൽ T സ്മോൾ ടി എന്നും എഴുതാം. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം, ദാറ്റ് ഈസ് സെൽഫിങ് എന്ന് കൊടുക്കുക. സെൽഫിങ്, സെൽഫ് പോളിനേഷനാണ് ഇവിടെ. സെൽഫിങ് ആണ് ഇപ്പോൾ ഒരു സിംഗിൾ ഫ്ലവറിൽ തന്നെയാണ് സെൽഫ് പോളിനേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ടിയും കൊടുക്കാൻ കാരണം. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇനി അടുത്തത് നമുക്ക് ഒരു പിന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ദ ജീനോടൈപ്സ്, ഈ ഒരു ക്രോസിലുണ്ടാവുന്ന ജീനോടൈപ്സിൻ്റെ പ്രോബബിലിറ്റീസ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഈ ഒരു പിന്നറ്റ് സ്ക്വയർ ആരാണ് കണ്ടെത്തിയെന്ന് നിങ്ങൾക്ക് അറിയാൻ, ദാറ്റ് ഈസ് ദ ബ്രിട്ടീഷ് ജെനറ്റിസ്റ്റ് ആരാണ്, റെഗിനോൾഡ് സി പിന്നറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിനെ നമുക്ക് ഈ ഒരു ടോപ്പ് കോളത്തിൽ എക്സ്പ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ T സ്മോൾ ടി. അപ്പോൾ ഈ ഒരു ഗ്യാമേറ്റ് നമ്മൾ ചിഹ്നം ഇവിടെ കൊടുക്കാം, ദാറ്റ് ഈസ് ദ മെയിൽ. ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിനെ നമുക്ക് ഈ ലെഫ്റ്റ് കോളത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ T സ്മോൾ ടി. എന്നിട്ട് നമുക്കിവിടെ മുകളിൽ ഫീമെയിൽ ഗ്യാമേറ്റ് എന്നും കൊടുക്കാം. ഇനി നോക്കിയാൽ അടുത്ത് നമുക്ക് F2 ജനറേഷൻ റേസ് ചെയ്യണം. F2 ജനറേഷൻ, ദിസ് ഈസ് ദ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ത്രൂ സെൽഫിങ് F1 പ്ലാന്റ്സ്. നോക്കിയാണ് ഈ ഒരു എഗ്ഗ് ഈ ഒരു പോളനുമായിട്ട് ഫ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ T ഫോം ചെയ്യും. ഈ ഒരു എഗ്ഗ് ക്യാൻ ഫ്യൂസ് വിത്ത് ദ സ്മോൾ ടി ആയിട്ട് ഫ്യൂസ് ചെയ്യാം, ക്യാപിറ്റൽ T സ്മോൾ ടി. ഈ ഒരു സ്മോൾ ടി ദാറ്റ് ഈസ് ദ എഗ്ഗ് ക്യാൻ ഫ്യൂസസ് വിത്ത് ദ പോളൻ ക്യാപിറ്റൽ T ആയിട്ട് ഫ്യൂസ് ചെയ്യാം, ദാറ്റ് ഈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ T സ്മോൾ ടി. ഇനി ഈ ഒരു എഗ്ഗ് ഫ്യൂസസ് വിത്ത് സ്മോൾ ടി, അപ്പോഴേക്ക് ഇതിന് സ്മോൾ ടി. ഇനി നമുക്ക് അപ്പോൾ കിട്ടിയ ജീനോടൈപ്പ്, പ്രോബബിലിറ്റി ഓഫ് ദ ജീനോടൈപ്സ് ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം സീഡ്സ് പൊടിച്ചു വരുന്ന ഏതൊക്കെ പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ടിയിൽ നിന്ന് ഏത് വരും, ദാറ്റ് ഈസ് ടോൾ പ്ലാന്റ്സ്. ക്യാപിറ്റൽ T സ്മോൾ ടിയിൽ ഒരു ഡോമിനൻറ്റ് ഫാക്ടർ T കണ്ടല്ലോ, അതുകൊണ്ട് ഏതായിരിക്കും, ടോൾ. ഇവിടെ നോക്കിയാണ് ഇതും ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിലും ഇവിടെ ഒരു ഡോമിനൻറ്റ് ഫാക്ടർ ഇല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്നും ടോൾ. ഇത് ഹോമോസൈഗസ് റിസസീവ് അലീൽസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്, ദാറ്റ് ഈസ് ദ ഡോർഫ് പ്ലാന്റ്സ്. ഇനി നമുക്ക് ഈ ഒരു F2 ജനറേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ച മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഏതെന്ന് നമ്മൾ എഴുതണം. മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫീനോട്ടിപ്പിക് റേഷ്യോ, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വിസിബിൾ ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ദാറ്റ് ഈസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് ദാറ്റ് ഈസ് ദ ഫീനോടൈപ്പ്. ഇവിടെ ഏതൊക്കെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, F2 ജനറേഷനിൽ ബോത്ത് പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ്, ദാറ്റ് ഈസ് ദ ടോൾ ആൻഡ് ദ ഡോർഫ്. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ഏതാണ്, ടോൾ. ആൻഡ് ഏറ്റവും കുറച്ചോ, ഡോർഫ്. അപ്പോൾ എത്ര ശതമാനം, ദാറ്റ് ഈസ് 75% ഓഫ് ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടോളാണ്, ആൻഡ് 25% ആണ് ഡോർഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എണ്ണി നോക്കിയാൽ തന്നെ നോക്കിയാൽ 1 2 3 ടോളും 1 ഡോർഫ്. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം റേഷ്യോ, ദാറ്റ് ഈസ് 3 ടോൾ ഈസ് ടു 1 ഡോർഫ്. അതാണ് മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ, ദാറ്റ് ഈസ് 3:1 എന്ന് പറയും. അപ്പം ഈ ഒരു റേഷ്യോ ലഭിച്ചത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് 75% ഏത് പ്ലാന്റ് ആണ്, ടോൾ പ്ലാന്റ്, ഈസ് ടു 25% ഡോർഫാണ് അല്ലേ. അതിൽ 75% എന്ന് പറഞ്ഞാൽ 3/4 ടോളും 1/4 ഡോർഫുമാണ് അല്ലേ. ഡോർഫാണ്, അതായത് നമുക്കിപ്പോൾ LCM എടുത്ത് ചെയ്ത് തന്നെ 4 ഒക്കെ കട്ട് ചെയ്ത് പോകത്തില്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ഇതാണ്, 3 ടോൾ ഈസ് ടു 1 ഡോർഫ്. നിങ്ങളിപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഇതൊന്നും കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ. ഇനി അടുത്തത് മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ഇനി അടുത്ത് നമുക്ക് എഴുതേണ്ടത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഓരോ ഫീനോടൈപ്പും എക്സ്പ്രസ് ചെയ്യാൻ കാരണമാകുന്ന ജീൻസ്, അതിനാണ് ദാറ്റ് ഈസ് ദ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ടോൾ എക്സ്പ്രസ് ചെയ്യാൻ കാരണമാകുന്ന ജീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ക്യാപിറ്റൽ T. ഇവിടെയും ടോൾ എക്സ്പ്രസ് ചെയ്യുന്നു, ഇവിടെയും ടോൾ എക്സ്പ്രസ് ചെയ്യുന്നു, ദ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ക്യാപിറ്റൽ T സ്മോൾ ടി. ഇവിടെ നോക്കിയാൽ ഡോർഫ് ക്യാരക്ടറാണ്, ദാറ്റ് ഈസ് ദ സ്മോൾ ടി. അപ്പോൾ നമുക്ക് ജീനോടൈപ്പ് എങ്ങനെ എഴുതാം, ഒരു ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ക്യാപിറ്റൽ T,
2 ഹെറ്ററോസൈഗസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി പിന്നെ ഒരെണ്ണം ഹോമോസൈഗസ് റിസസീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ക്യാപിറ്റൽ ടി ഈസ് ടു 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു 1 സ്മോൾ ടി. ഇത് നമുക്ക് എങ്ങനെ ലഭിച്ചത്? ഇവിടെ ഹോമോസൈഗസ് ഡോമിനൻ്റ് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? 25% ആണ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ഈസ് ടു പകുതി 50% നമുക്ക് എന്ത് ലഭിച്ചു? ഹെറ്ററോസൈഗസ് ലഭിച്ചു. പിന്നെ ബാക്കി 25% ആണ് ദാറ്റ് ഈസ് ദ സ്മോൾ ടി. അതിൽ 25% ക്യാപിറ്റൽ ടി നമുക്ക് 1/4 എന്ന് എഴുതാം. 1/4 ക്യാപിറ്റൽ ടി. ഇവിടെ നമുക്ക് ഹാഫ് എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ 1/4 സ്മോൾ ടി. ഇപ്പോൾ നമ്മൾ LCM ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 ക്യാപിറ്റൽ ടി ഈസ് ടു 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു 1 സ്മോൾ ടി. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 1:2:1 ആണ്. ദാറ്റ് ഈസ് ദ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ഇതും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയത്, ഇത് പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. നമുക്ക് എക്സാമിന് എഴുതേണ്ടത് ദാറ്റ് ഈസ് ദ മോണോ ഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഇതെഴുതണം. പിന്നെ മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ഇതെഴുതണം. 1:2:1. ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ 7 ക്യാരക്ടറിൻ്റെയും ക്രോസ് കണ്ടക്ട് ചെയ്യാം. 7 ക്യാരക്ടറായിട്ടിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയാലും ദ ഫിനോട്ടിപ്പിക് റേഷ്യോ എപ്പോഴും 3:1 ആയിരിക്കും. ആൻഡ് ദ ജീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 1:2:1 ആയിരിക്കും.